അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഹെഡാണ് ഇൻകം ഫ്രം സാലറി. ഈ സാലറി എന്ന് പറഞ്ഞ ഹെഡ് ഇൻകം ടാക്സ് ആക്ടിന്റെ സെക്ഷൻ 15 തൊട്ട് 17 വരെയാണ് ഡീൽസ് ചെയ്യുന്നത്. ഡീൽ വിത്ത് സെക്ഷൻ 15 to 17 ആണ് സാലറി. ഒരു സാലറി എന്ന ഹെഡില് ഏതൊക്കെ ഇൻകംസ് ആണ് ടാക്സ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പൊ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകംസും എവിടെ ടാക്സ് ചെയ്യണം? സാലറി എന്ന് പറഞ്ഞ ഹെഡില് ടാക്സ് ചെയ്യണം. റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻകംസും എന്തൊക്കെ കിട്ടി? റിലേഷൻഷിപ്പ് എന്താ? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതിലെ എല്ലാ ഇൻകംസും ഏത് ഹെഡിൽ ടാക്സ് ചെയ്യണം? ഇൻകം ഫ്രം സാലറി എന്ന് പറഞ്ഞ ഹെഡിലാണ് ടാക്സബിലിറ്റി വരുന്നത്. ഈ എംപ്ലോയർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് എംപ്ലോയർ ആവാം, ഫോർമർ എംപ്ലോയർ ആവാം, പ്രോസ്പെക്റ്റീവ് ഓർ ഫ്യൂച്ചർ എംപ്ലോയർ ആവാം. നമ്മുടെ എംപ്ലോയർ ആയാൽ മതി. എംപ്ലോയർ എന്ന് പറഞ്ഞാൽ പ്രസന്റ് എംപ്ലോയർ ആവാം, മുമ്പുണ്ടായിരുന്ന എംപ്ലോയറിന് ഈ വർഷം കിട്ടിയതാവാം, ഇനി വരാൻ പോണ ആള് നേരത്തെ അഡ്വാൻസ് ആയിട്ട് തന്നാവാം. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താണ് സാലറി എന്ന് പറഞ്ഞാൽ ഹെഡിലാണ്. അപ്പൊ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനാണ് ഒരു ഇൻകം സാലറിയില് ടാക്സബിൾ ആണോ അല്ലേ എന്ന് നിർണയിക്കുന്നത്. ഇനി എംപ്ലോയറിന് മോർ ദാൻ വൺ എംപ്ലോയർ ഉണ്ടായിരിക്കാം. ഒരു നമ്മുടെ പ്രീവിയസ് ഇയറിൽ 2 സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 സ്ഥലത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? സാലറി കിട്ടുന്നുണ്ടാവും. മോർ ദാൻ വൺ എംപ്ലോയർ ഉണ്ടെങ്കിലും ടാക്സബിലിറ്റി ആണ്, നോ പ്രോബ്ലം. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഇൻകം എവിടെ ടാക്സ് ചെയ്യണം? സാലറി എന്ന് പറഞ്ഞാൽ ഹെഡില് ടാക്സ് ചെയ്യണം. ഈ എംപ്ലോയർ എന്ന് പറഞ്ഞ ഏജന്റ് പ്രിൻസിപ്പൽ അതെവിടെ വരില്ല? സാലറി എന്ന് പറഞ്ഞ ഹെഡിൽ വരില്ല. കാരണം ഇവിടെ ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ സെർവന്റ് റിലേഷൻഷിപ്പ് അല്ല. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വരുള്ളൂ. സാലറി എന്ന് പറഞ്ഞാൽ ഹെഡിൽ വരുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാൻ പോണത് ഈ സാലറി എന്ന് പറയുന്നതിന് MP-യുടെ സാലറി ടാക്സ് ചെയ്യേണ്ടത് ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ്. സാലറി എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ അടക്കം MLA-യുടെയോ MP-യുടെയോ സാലറി ടാക്സ് ചെയ്യേണ്ടത് എവിടെയാണ്? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ. പാർട്ട്നേഴ്സ് സാലറി ടാക്സ് ചെയ്യേണ്ടത് ബിസിനസ് ഇൻകത്തിലാണ്. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനിലാണ് എന്ത് ടാക്സ് ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് സാലറി ടാക്സ് ചെയ്യേണ്ടത്. അപ്പൊ വേർഡ് നോക്കുക, നിങ്ങളുടെ സാലറി എന്നൊക്കെ ഉണ്ടാവും. MLA-യുടെയും MP-യുടെയും സാലറി ഇൻകം ഫ്രം അതർ സോഴ്സസിലും, പാർട്ട്നേഴ്സിന്റെ സാലറി ബിസിനസ് ഇൻകത്തിലും, അതേപോലെ തന്നെ പ്രൊപ്പറേറ്റർ റെമ്യൂണറേഷൻ എതിർത്തു എന്ന് വിചാരിക്കുക, അതെവിടെ വരും? ബിസിനസ് ഇൻകത്തിലെ വരിക. അപ്പോ സാലറി എന്ന് പറഞ്ഞ ടേമിനല്ല ഇമ്പോർട്ടൻസ്. എന്തിനാണ്? റിലേഷൻഷിപ്പ്. എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ആണ് ഇവിടെ ഇമ്പോർട്ടൻസ്. ഇനി ഡയറക്ടേഴ്സ് സാലറി, ഇതിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യേണ്ടി വരും. ഡയറക്ടർ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഫുൾ ടൈം ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞ കാറ്റഗറി. ആ കമ്പനിയിൽ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുക. അങ്ങനെയാണ് അവിടുത്തെ റിലേഷൻഷിപ്പ്. എംപ്ലോയർ എംപ്ലോയി ആണെങ്കിൽ സാലറിയിൽ ടാക്സ് ചെയ്യുക. അല്ലാതെ ജസ്റ്റ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും കൺസൾട്ട് ചെയ്യാനും പറഞ്ഞ ഡയറക്ടർ ആണെങ്കിൽ ബിസിനസ് ഇൻകത്തിൽ. അപ്പൊ ഡയറക്ടേഴ്സ് സാലറിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫുൾ ടൈം ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടറും അതർ ഇൻഡിപെൻഡന്റ് ഡയറക്ടറും ആണെന്ന് വിചാരിക്കുക. ഹോൾ ടൈം ഡയറക്ടർ എവിടെ ടാക്സ് ചെയ്യാം? സാലറി. കാരണം അയാള് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? റെമ്യൂണറേഷൻ വാങ്ങിക്കുന്നത്. അത് സാലറിയില്. ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺസൾട്ടേഷൻ മാത്രമൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യാം? ബിസിനസ് ഇൻകത്തില് ടാക്സബിലിറ്റി.
അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ സാലറി എന്ന് പറയുന്ന ടേമിനല്ല. സാലറി ഉണ്ട്, ഇപ്പൊ എം പിയുടെ MLA സാലറി, പാർട്ട്ണറിന്റെ സാലറി, പ്രൊപ്പറേറ്ററിന്റെ സാലറി, ഇതൊന്നും ടേമിനല്ല. സാലറി എന്ന് പറഞ്ഞ വേർഡിലുള്ള ഇമ്പോർട്ടൻസ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പൊ ഡയറക്ടേഴ്സ് സാലറി മാത്രം, ഫുൾ ടൈം ഡയറക്ടർ ആണെങ്കിൽ എന്തിന് ടാക്സ് ചെയ്യണം? സാലറി എന്ന് പറഞ്ഞ ഹെഡില് ടാക്സ് ചെയ്യണം. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യുക? ബിസിനസ് ഇൻകത്തില് ടാക്സ് ചെയ്യുക. ഈ ഡയറക്ടറുടെ തന്നെ സിറ്റിംഗ് ഫീ ആണെന്ന് വിചാരിക്കുക. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയറക്ടർ വന്നു. അതിൽ നിന്ന് കിട്ടുന്ന സിറ്റിംഗ് ഫീ ആണെങ്കിൽ എന്തെങ്കിലും ടാക്സ് ചെയ്യണം? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ. ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിൽ നിന്നുള്ള എല്ലാ ഇൻകംസും എവിടെ ടാക്സ് ചെയ്യുന്ന പറഞ്ഞത്? സാലറി എന്ന് പറഞ്ഞ ഹെഡില് ടാക്സ് ചെയ്യുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി പേയ്മെന്റ്സ്. മോണിറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് ആയിട്ട് കിട്ടുക, കൈൻഡ് ആയിട്ട് കിട്ടുക. മോണിറ്ററി പേയ്മെന്റും നോൺ മോണിറ്ററി പേയ്മെന്റും, ക്യാഷ് ആയാലും കൈൻഡ് ആയാലും എവിടെ ടാക്സ് ചെയ്യണം എന്നാ പറയണത്? സാലറി എന്ന് പറഞ്ഞ ഹെഡില് ടാക്സ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ഒരു ഇല്ലസ്ട്രേഷൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് റെസിപ്റ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് സാലറി ഓർ നോട്ട്. ഫസ്റ്റ് വൺ, എ ടീച്ചർ റിസീവ് എമോലുമെന്റ്സ്. എമോലുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ബെനിഫിറ്റ് ആണ്. ഇൻ കൈൻഡ് ഫ്രം സ്കൂൾ ഇൻ വിച്ച് ഹി ടീച്ചേഴ്സ്. അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് കൈൻഡില്, കൈൻഡ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആവാം കൈൻഡ് ആവാം, നമ്മൾ ജസ്റ്റ് കണ്ടു. അപ്പോൾ എമോലുമെന്റ്സ് കിട്ടി, അത് സാലറിയിൽ ടാക്സ് ചെയ്യോ ഇല്ലേന്നാണ്. യെസ്, ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ടാക്സ് ചെയ്യും. ക്യാഷ് ആണെങ്കിലും കൈൻഡ് ആണെങ്കിലും സാലറി എന്ന് പറഞ്ഞ ഹെഡില് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. അത് എന്ത് ചെയ്യേണ്ടി വരും? ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, എ ടീച്ചർ ഓഫ് എ കോളേജ് റിസീവ്സ് ഫ്രീ ഫ്രം എ യൂണിവേഴ്സിറ്റി ഫോർ ചെക്കിംഗ് ആൻസർ ഷീറ്റ്. നമ്മുടെ എക്സാം പേപ്പർ ഒക്കെ നോക്കണേന് ടീച്ചേഴ്സിന് കോളേജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് കിട്ടുകയാണ്? ആ ആൻസർ ഷീറ്റ് നോക്കണേന് ഫീസ് കിട്ടുകയാണ്. അപ്പൊ യൂണിവേഴ്സിറ്റി ആണോ നമ്മുടെ ടീച്ചറുടെ എംപ്ലോയർ? അല്ല. ഒന്നിലോ കോളേജ് ആയിരിക്കും, ഗവൺമെന്റ് കോളേജ് ആണ് ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ യൂണിവേഴ്സിറ്റി അല്ല എംപ്ലോയർ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നത്, ആൻസർ ഷീറ്റ് നോക്കാനായിട്ട് കിട്ടുന്നത് എവിടെ ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല? സാലറി എന്ന് പറഞ്ഞ ഹെഡില് ടാക്സബിൾ അല്ല. ഓക്കെ, ഒന്ന് നോക്കാം. നോ, ആസ് എ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഡസ് നോട്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ പെയർ ആൻഡ് പേയ്. ഓക്കെ, such a receipt taxable under the head income from other source. നോക്കുക, a payment made to a member of parliament MP or a state legislator MLA, അവരുടെ സാലറി എവിടെ ടാക്സ് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ. ക്ലിയർ ആണോ? നെക്സ്റ്റ് സെക്ഷൻ 15 to 17 ആണ് സാലറിയിൽ വരുന്നത്. അതിൽ സെക്ഷൻ 15 ചാർജബിലിറ്റി. ചാർജബിലിറ്റി എന്ന് പറഞ്ഞാൽ സാലറിനെ എങ്ങനെ ടാക്സ് ചെയ്യണം. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പഠിച്ചു സെക്ഷൻ 22 ചാർജബിലിറ്റി. സാലറിയുടെ ചാർജബിലിറ്റിയുടെ സെക്ഷൻ ഏതാ? സെക്ഷൻ 15 ചാർജബിലിറ്റി. സാലറി ടാക്സ് ചെയ്യേണ്ടത് ഡ്യൂ ഓർ റെസീപ്റ്റ് whichever is earlier. Due basis or receipt basis whichever is earlier. Due receipt എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിട്ടിയാൽ ടാക്സ് ചെയ്യാം. ഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ? നമ്മൾ ഓൾറെഡി വർക്ക് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ മാർച്ച് മാസം മുഴുവൻ വർക്ക് ചെയ്തു, എനിക്ക് പിന്നത്തെ ഏപ്രിലാണ് എന്ത് ചെയ്തത്? സാലറി കിട്ടിയത്. പക്ഷെ എനിക്ക് ഡ്യൂ ആയി, ഞാൻ അർഹനായി. ഡ്യൂ ഓർ റെസീപ്റ്റ് whichever is earlier ആണ് എന്ത് ചെയ്യേണ്ടത്? സാലറി ടാക്സ് ചെയ്യേണ്ടത്. അതിന് ഈ റെസീപ്റ്റിന്റെ കേസിൽ അഡ്വാൻസ് സാലറി. ഫോർ എക്സാമ്പിൾ, മാർച്ച് 2020 തന്നെ ഞാൻ എന്ത് ചെയ്തു? ഏപ്രിലിൽ അതേപോലെ തന്നെ മെയ്യിൽ സാലറി 50,000 അഡ്വാൻസ് ആയിട്ട് ചാർജ് ചെയ്തു.
അഡ്വാൻസ് സാലറി എന്ന് പറഞ്ഞാൽ മാർച്ച് 2020 തന്നെ ഏപ്രിലും മെയിലും സാലറി അഡ്വാൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാലറി ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ് ടാക്സ് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ ഇയർ 1920 അതോ ഫിനാൻഷ്യൽ ഇയർ 2021 ഇത് ശരിക്കും പറഞ്ഞാൽ 2020 ഏപ്രിലും 2020 മെയിലെയും സാലറി ഞാൻ എന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്? മാർച്ച് 2020 വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ, നേരത്തെ കൂട്ടി നമ്മൾ വാങ്ങിച്ചു വെച്ചു. അപ്പൊ മാർച്ച് 2020 എന്ന് പറയുന്നത് അന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്. ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ്? 1920 ഫിനാൻഷ്യൽ ഇയറിലാണ് മാർച്ച് 2020 വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏപ്രിലെയും മെയിലെയും സാലറി ആയ 50,000 ഞാൻ ഏത് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ടാക്സ് ചെയ്യണം? ഫിനാൻഷ്യൽ ഇയർ 1920. കാരണം റെസിപ്റ്റ് ആണ് ഇവിടെ ഏർലിയർ. നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല, ഡ്യൂ ആയിട്ടില്ല. ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതിന് റെസിപ്റ്റിന്റെ ബേസിലൊരു എക്സാമ്പിൾ പറഞ്ഞാണ് അഡ്വാൻസ് സാലറി. മാർച്ച് 2020 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഏപ്രിൽ 20യുടെ സാലറിയും മെയ് 20യുടെ സാലറിയും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്ന് കിട്ടി? മാർച്ചിൽ കിട്ടി. മാർച്ചിൽ കിട്ടിയപ്പോ ഫിനാൻഷ്യൽ ഇയർ ഏതായി? 1920 കിട്ടി. 1920 കിട്ടിയ ആ സാലറി എന്ത് ചെയ്യേണ്ടി വരും? ടാക്സബിൾ ആണ്. ഏത് ഫിനാൻഷ്യൽ ഇയറിൽ? 1920. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ 12 മന്ത്സിന്റെ സാലറി മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ എന്നില്ല. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻകം പഠിച്ചപ്പോൾ ഒരുവിധം എല്ലാം 12 മന്ത്സ് ആണ്. പക്ഷെ ഇവിടെ സാലറി 12 മന്ത്സ് ആയിരിക്കണം എന്നില്ല. ഇവിടെ 12 മന്ത്സിന്റെ ജനറൽ കേസിലുള്ള സാലറിയും വരും, 2 മാസത്തെ അഡ്വാൻസ് സാലറിയും വരും. അപ്പൊ 12 മന്ത്സിന്റെ സാലറി മാത്രമേ ബേസിക്കലി നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള കൺസെപ്റ്റ് അവിടെ ഇല്ല. ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ ആണ് എന്ത് ചെയ്യേണ്ടത്? സാലറി ടാക്സ് ചെയ്യേണ്ടത്. ഈ അഡ്വാൻസ് സാലറി പോലെ തന്നെയാണ് നെക്സ്റ്റ് അരിയേഴ്സ് ഓഫ് സാലറി. അരിയേഴ്സ് ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെട്രോസ്പെക്റ്റീവ് എഫക്ട് പ്രകാരം നമുക്ക് എന്ത് വരാം? ഇൻക്രിമെന്റ് വരാം. അത് എന്നിട്ട് ഇപ്പോഴായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. പണ്ടോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷം മുമ്പത്തെ സാലറി ഒരു 1000 രൂപ വെച്ച് എംപ്ലോയർ വർദ്ധിപ്പിച്ചു. ഒരുമിച്ച് നമുക്ക് എന്ന് കിട്ടി? ഫിനാൻഷ്യൽ ഇയർ 1920 കിട്ടി. അപ്പൊ ഫിനാൻഷ്യൽ ഇയർ 1920 ടാക്സ് ചെയ്താൽ മതി. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ആയിട്ട് അന്ന് ഡ്യൂ ആയിട്ടില്ല. ഇപ്പോഴാണ് മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് കിട്ടിയത്? അരിയർ കിട്ടിയത്. അപ്പൊ എന്നാണോ കിട്ടണേ അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മള് ടാക്സബിലിറ്റി വരുന്നത്. ഇനി ഡ്യൂവിന്റെ എക്സാമ്പിൾ നോക്കുക. മാർച്ച് 2020 സാലറി ഏപ്രിൽ 10th 2020 കിട്ടി. മാർച്ച് 2020 സാലറി 10th ഏപ്രിൽ 2020 കിട്ടിയത്. അപ്പൊ ഞാനിവിടെ മാർച്ചിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു. എനിക്കപ്പോ സാലറി കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷെ എന്നാ എനിക്ക് കിട്ടിയത്? ഏപ്രില്. പക്ഷെ നമ്മൾ എന്ന് ടാക്സ് ചെയ്യേണ്ടി വരും? ഡ്യൂ ബേസിസ് നോക്കുമ്പോൾ മാർച്ചിൽ തന്നെ, അതായത് ഫിനാൻഷ്യൽ ഇയർ 1920 തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ടാക്സബിലിറ്റി വരും. മാർച്ച് 2020 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വർക്ക് ചെയ്തിട്ടുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട് നമുക്ക് സാലറി. പക്ഷെ എന്നാ റിസീവ് ചെയ്തത്? നെക്സ്റ്റ് ഏപ്രില്. ഡ്യൂ ഓർ റെസിപ്റ്റ് ഇത് ഏതാണോ ആദ്യം നടക്കണേ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? ടാക്സ് ചെയ്യാൻ. ഇപ്പൊ നമുക്ക് ഡ്യൂ ആയി പിന്നത്തെ വർഷം ഏപ്രിലാണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ ഈ മാർച്ചിലെ സാലറി ടാക്സ് ചെയ്യരുത്. ഒരിക്കൽ ടാക്സ് ചെയ്ത ഐറ്റം ആണെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ എന്ത് ചെയ്യണ്ട? ടാക്സ് ചെയ്യണ്ട. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഏപ്രിലും മെയിലും സാലറി ഫിനാൻഷ്യൽ ഇയർ 1920 ടാക്സ് ചെയ്യുന്നു പറഞ്ഞു. നെക്സ്റ്റ് വർഷം 2021 ഏപ്രിലും മെയിലും സാലറി നിങ്ങൾ എന്ത് ചെയ്യരുത്? ടാക്സ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ ആണോ? അപ്പൊ സാലറി ടാക്സ് ചെയ്യേണ്ടത് ഡ്യൂ ബേസിസ് ഓർ റെസിപ്റ്റ് ബേസിസ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഏതാണോ ആദ്യം നടക്കണേ ആ രീതിയിലാണ് എന്ത് വരിക? ടാക്സബിലിറ്റി വരിക. ഓക്കെ, നെക്സ്റ്റ് സാലറി ഡ്യൂ വേഴ്സസ് സാലറി അക്രൂഡ്. നമ്മള് സാലറി എങ്ങനെ ടാക്സ് ചെയ്യണമെന്ന് പഠിച്ചത് ഡ്യൂ ഓർ റെസിപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പൊ ഡ്യൂ എന്താണെന്ന് അറിയണം. ഡ്യൂവും അക്രൂഡും തമ്മിലുള്ള വ്യത്യാസം ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോ അക്രൂഡിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഡ്യൂവും അക്രൂഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ജോയിൻ ചെയ്തത് 1st January 2020 എന്ത് ചെയ്തു? ഡേറ്റ് ഓഫ് ജോലിയിൽ ജോയിൻ ചെയ്തു. ആളുടെ സാലറി ഡ്യൂ ആവണത് 1st day of
every next month. First day of every നെക്സ്റ്റ് മന്തിലാണ് എന്ത് ചെയ്യണത് സാലറി ഡ്യൂ ആവണത്. അപ്പൊ ജനുവരിയിലെ സാലറി ജനുവരി 1 ജനുവരി 2020 അപ്പൊ ജനുവരിയിലെ സാലറി എന്നാ ഡ്യൂ ആവുക ഫെബ്രുവരി 1. ഫെബ്രുവരിയിലെ സാലറി എന്നാ ഡ്യൂ ആവുക മാർച്ച് 1. മാർച്ചിലെ സാലറി എന്നാ ഡ്യൂ ആവുക ഏപ്രിൽ 1. പിന്നെയാണ് ഡ്യൂ ആവുക. ഡ്യൂ ആവണത് എന്നാൽ നമുക്ക് ജോയിൻ ചെയ്തപ്പോഴുള്ള ലെറ്റർ അഗ്രിമെന്റിൽ അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് ഡ്യൂ എന്ന ഫസ്റ്റ് ഡേ ഓഫ് എവരി നെക്സ്റ്റ് മന്ത് എന്ന് പറയുന്നത്. അപ്പൊ ജനുവരിയിലെ സാലറി ഫെബ്രുവരി 1 ഡ്യൂ ആവും, ഫെബ്രുവരിയിലെ സാലറി മാർച്ച് 1 ഡ്യൂ ആവും, മാർച്ചിലെ സാലറി ഏപ്രിൽ 1 ഡ്യൂ ആവും. അപ്പൊ ജനുവരി 2020 ആണ്. അപ്പൊ ഈ ആളുടെ ഫോർ എക്സാമ്പിൾ മിസ്റ്റർ എ ആണെന്ന് വിചാരിക്കാം. മിസ്റ്റർ എയുടെ പ്രീവിയസ് ഇയർ 1920 എത്ര സാലറി ടാക്സ് ചെയ്യണം? പ്രീവിയസ് ഇയർ 1920 ആള് ശരിക്കും വർക്ക് ചെയ്തത് ജനുവരി ടു മാർച്ചാണ് അല്ലെ? ജനുവരി ടു മാർച്ച് ആള് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഡ്യൂ നോക്കുക. പ്രീവിയസ് ഇയറിൽ എത്രയുള്ളൂ ഡ്യൂ? 1920 ഡ്യൂ ആയിട്ടുള്ളത്. കാരണം ഇത് ഏപ്രിൽ 2020 ഡ്യൂ ആയിരിക്കണം മാർച്ചിലെ സാലറി. ഇത് ഏത് പ്രീവിയസ് ഇയറിലെ വരിക? 2021. ഇവിടെ നോക്കുക, പ്രീവിയസ് ഇയറിലെ ഡ്യൂ ആയിട്ടുള്ള സാലറി എന്ന് പറയണത് എത്രയുള്ളൂ? ഫെബ്രുവരിയിലും മാർച്ചിലും. ഏപ്രിൽ വന്നാൽ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയില്ലേ, നെക്സ്റ്റ് വർഷമായില്ലേ. അപ്പൊ ഡ്യൂ ബേസിസിലാണ് നമ്മൾ ടാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനുവരി ടു മാർച്ച് വർക്ക് ചെയ്താലും നമുക്ക് 2 മാസത്തെ സാലറിയാണ് എന്തെയുള്ളൂ ഡ്യൂ ആവുള്ളൂ. ഫെബ്രുവരി 1 അതേപോലെ തന്നെ മാർച്ച് 1 ഡ്യൂ ആയിട്ട് 2 മന്ത്സിന്റെ സാലറി മാത്രമേ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ടാക്സബിലിറ്റി വരുള്ളൂ. പക്ഷെ നമ്മൾ അക്രൂവൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആണെങ്കിൽ ഇത് 3 ടാക്സ് ചെയ്യും, 3 വർഷത്തിൽ. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഡ്യൂ ഓർ റെസീപ്റ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഡ്യൂ ബേസിസ് നോക്കുക, എന്നാൽ ഡ്യൂ ആവുക ഫസ്റ്റ് ഡേ ഓഫ് എവറി നെക്സ്റ്റ് മന്ത്. അപ്പൊ നോക്കുക, ഫെബ്രുവരി 1 മാർച്ച് 1 ഏപ്രിൽ 1 ഈ ഏപ്രിൽ 1 വരുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാണ്. നമുക്ക് പ്രീവിയസ് ഇയർ 1920 എത്ര ഡ്യൂ ആയിട്ടുള്ളൂ? ഫെബ്രുവരിയിലെയും മാർച്ചിലെയും സാലറി മാത്രം 2 മന്ത്സിന്റെ സാലറിയാണ് അപ്പൊ എന്ത് ടാക്സ് ചെയ്യേണ്ടത്. കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ. Next, illustration 2. Mr. X joined A Limited for a salary of rupees 5,000 per month on 1st April 2017. In the year 1819, his increment decision was pending. On 1st April 2019, his increment was finalized as for 2018-19 rupees 1,000 per month and for 1920 rupees 1,000 per month. Such arrear salary received on 5th April 2019 find gross taxable salary. Further, salary of April 2020 has also been received in advance 15th March 2020. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ 1st April 2017 സാലറി 5,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതിനുശേഷം 17-18 അപ്പോൾ എന്തായാലും 5,000 ആയിരിക്കും. 18-19 ഇൻക്രിമെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഇൻക്രിമെന്റ് ഡിസിഷൻ വാസ് പെൻഡിങ് ആണ്, ആ ഇൻക്രിമെന്റ് നടന്നിട്ടില്ല. അതേപോലെ തന്നെ 1920 എന്തുണ്ട്? ഇൻക്രിമെന്റ് ഉണ്ട്. ആ 2 ഇൻക്രിമെന്റും കൂടിയിട്ട് നമുക്ക് 1920 പ്രീവിയസ് ഇയറിലാണ് കിട്ടിയത്. കാരണം നോക്കുക, 5th April 2019 എന്ത് കിട്ടിയത്? ഇൻക്രിമെന്റ് റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 1819 1000 അരിയർ ഉണ്ട്. അതേപോലെ തന്നെ 1920 ഇൻക്രിമെന്റ് 1,500 ഉണ്ട്. ആ 2 ഇൻക്രിമെന്റും ശ്രദ്ധിക്കേണ്ടത്, ഇൻക്രിമെന്റ് ഫൈനലൈസ് ചെയ്ത ഡേറ്റ് വന്നത് 5th April 2019 അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ 2019 സാലറി എത്രയായിരിക്കും? ഫസ്റ്റ് തന്നെ 5,000 ഓൾറെഡി ഉണ്ടായിരുന്നു. 1819 1000 ഇൻക്രിമെന്റ് വന്നു. അപ്പൊ 6,000 ആയി. പ്ലസ്
1920 1500 കൂടി ഇൻക്രിമെന്റ് വന്നില്ലേ? അപ്പൊ ടോട്ടൽ നമ്മുടെ സാലറി എന്ന് പറയുന്നത് 5000 പ്ലസ് 1000 പ്ലസ് 1500 അല്ലേ? 7500 അല്ലേ? അപ്പൊ 1920 സാലറി എന്ന് പറയുന്നത് 17 5000 കിട്ടി, 1819 ഇൻക്രിമെന്റ് 1000 ഉണ്ട്, 1920 ഇൻക്രിമെന്റ് 1500 ഉണ്ട്. അപ്പോൾ 5000 പ്ലസ് 1000 പ്ലസ് 1500 7500 ആണ് 1920 സാലറി. ഓക്കെ ആണോ? അപ്പൊ 7500 ഇൻറ്റു 12 നമ്മൾക്ക് ഈ വർഷത്തെ സാലറി ഇൻകായിട്ട് ടാക്സ് ചെയ്യേണ്ടി വരും. ഇനി ഇവിടെ നോക്കുക, അരിയർ സാലറി ഉണ്ട്, അതേപോലെ തന്നെ അഡ്വാൻസ് സാലറി ഉണ്ട്. അരിയർ സാലറി ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്? അഡ്വാൻസ് സാലറി ഉണ്ട്. 1920 അരിയർ ആക്കണോ? കാരണം 5th ഏപ്രിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഏപ്രിലോട്ടുള്ള ഓൾറെഡി നമുക്ക് റിസീവ് ചെയ്ത് പോയിട്ടുണ്ട്. അരിയർ അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? 1819 മാത്രമേ എന്തുള്ളൂ? അരിയർ ആയിട്ടുള്ളൂ. 1819 അരിയർ എത്രയുണ്ട്? 1000 പെർ മന്ത്. അങ്ങനെ എത്ര മാസം ഉണ്ടാവാം? 12 months എന്തുണ്ട്? അരിയർ ആയിട്ടുണ്ട്. 1000 ഇൻറ്റു 12 12,000 അരിയർ സാലറി. ഇനി ഫർദർ സാലറി ഓഫ് ഏപ്രിൽ 2020 ഹാസ് ഓൾസോ ബീൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 5th March 2020. ഇപ്പൊ ഏപ്രിലിലെ സാലറി എത്രയാ? നമുക്കിപ്പോ ഒന്നും അറിയാത്ത സ്ഥിതിക്ക്, ഇൻക്രിമെന്റ് ഒന്നും ഉണ്ടെന്ന് പറയാത്ത സ്ഥിതിക്ക് നെക്സ്റ്റ് ഇയറിൽ 7500 എടുത്തൂടെ? ഇപ്പൊ സാലറിയുടെ നോക്കി നോക്കുക. ഇതിന്റെ ആൻസർ 1920 സാലറി എന്ന് പറയുന്നത് 17 ജോയിൻ ചെയ്തപ്പോൾ 5000 കിട്ടി, പ്ലസ് 1000 1819 ഇൻക്രിമെന്റ് വന്നു, പ്ലസ് 1920 1500 ഇൻക്രിമെന്റ് വന്നു. അങ്ങനെ 7500 ടോട്ടൽ സാലറി ഇൻറ്റു 12 months 90,000. അരിയർ ഓഫ് സാലറി 1819 മാത്രം, കാരണം 1920 നമ്മൾ ഓൾറെഡി ഇവിടെ 1500 കൺസിഡർ ചെയ്തിട്ടുണ്ട്. 1819 മാത്രം അരിയർ ആയിട്ട് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് 1000. 5th April 2019 റിസീവ് ചെയ്തിട്ടുണ്ട് 12,000. അഡ്വാൻസ് സാലറി 7500. അത് എവിടുന്ന റിസീവ് ചെയ്തത്? നമുക്കറിയാം 5000 പ്ലസ് 1000 പ്ലസ് 1500. ഇത് തന്നെയാണ് നെക്സ്റ്റ് ഇയറിലെ സാലറി എന്നും വിചാരിക്കുക. വേറെ ഒറ്റ ഇൻഫോർമേഷൻ തരാത്ത സ്ഥിതിക്ക് ഏപ്രിലെ സാലറിയും 7500 ആണെന്ന് വിചാരിക്കുക. ഗ്രോസ് ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 1,09,500 ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇനി കുറച്ച് ടേംസ് നോക്കാം. ലോൺ ഫ്രം എംപ്ലോയർ സാലറിയിൽ ടാക്സബിൾ ആണോ അല്ലേ എന്നാണ് നോക്കേണ്ടത്. ഒന്നാമത്തെ ലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? കടം വാങ്ങിക്കലാണ്. ആ കടം വാങ്ങിക്കണതിന് വൺസ് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. അതിനെ ബെനിഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് എംപ്ലോയർ തരുന്ന ഒരു ബെനിഫിറ്റ് എന്നുള്ള പോയിന്റിൽ ഇപ്പൊ നമ്മൾ പുറമേ നിന്ന് ഒരാളുടെ നിന്നും കടം വാങ്ങിക്കുന്നു, ആ രീതിയിൽ എടുത്താൽ മതി. അല്ലാതെ അതിനെന്ത് ചെയ്യണ്ട? സാലറി ഇൻകത്തിൽ ടാക്സബിലിറ്റി അറേസ് ചെയ്യണില്ല. ലോൺ ഫ്രം എംപ്ലോയർ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, സാലറിയിൽ ടാക്സബിൾ അല്ല. നെക്സ്റ്റ്, അഡ്വാൻസ് എഗൻസ്റ്റ് സാലറി. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ലോൺ പോലെ തന്നെയാണ് എന്ത്? അഡ്വാൻസ് എഗൻസ്റ്റ് സാലറി എന്ന് പറയുന്നത്. അതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ടാക്സബിലിറ്റി വരുന്നില്ല. അഡ്വാൻസ് സാലറി എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി സാലറി വാങ്ങിക്കുക. അഡ്വാൻസ് എഗൻസ്റ്റ് സാലറി, സാലറിക്ക് എഗൻസ്റ്റ് ആയിട്ട് അഡ്വാൻസ് വാങ്ങിക്കുക. അഡ്വാൻസ് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോൺ വാങ്ങിക്കുക. അപ്പൊ അതും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, ഫോർഗോയിങ് ഓഫ് സാലറി. സാലറി വേണ്ടാന്ന് വെക്കുക. പക്ഷെ ഇവിടെ പ്രത്യേകത ഫോർഗോയിങ് ഓഫ് സാലറിയും സറണ്ടർ ഓഫ് സാലറി എന്ന് പറയുന്നുണ്ട്. സറണ്ടർ എന്ന് പറഞ്ഞാലോ സാലറി വേണ്ടാന്ന് വെക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, ഫോർഗോയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്യൂ ആയി എന്നിട്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. സറണ്ടർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എനിക്ക് വേണ്ട സാലറി എന്നുള്ളത് എഴുതി കൊടുത്തു. അപ്പൊ നമ്മളുടെ കയ്യില് ഫോർഗോയിങ് സാലറി മീൻസ് അപ്ലിക്കേഷൻ ഓഫ് സാലറി, അതായത് കിട്ടിയിട്ട് നമ്മളത് പർപ്പസ് എന്താണ്? വേണ്ടാന്ന് വെച്ചു. സറണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല, കയ്യിൽ കിട്ടിയുണ്ടാവില്ല. അപ്പൊ ഫോർഗോയിങ് സാലറി മീൻസ് അപ്ലിക്കേഷൻ ഓഫ് സാലറി ആണ്. അതെന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, സറണ്ടർ ഓഫ് സാലറി.
സറണ്ടർ ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സാലറി വേണ്ടാന്ന് വെച്ചു, ഗവൺമെന്റിനോട് പറഞ്ഞൊക്കെയാണ് സാലറി വേണ്ട, ആ രീതിയിൽ വോളണ്ടറി ആയിട്ട് എന്ത് ചെയ്തു, സറണ്ടർ ചെയ്തു. അതുകൊണ്ട് അതിനെന്തുണ്ട്, എക്സംപ്റ്റഡ് ആണ്, സാലറി ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം സാലറി. സാലറിയുടെ ഇൻകംസ് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ ഫസ്റ്റ് വൺ, ബേസിക് സാലറി. നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്താൽ തന്നെ ബേസിക് ആയിട്ട് ഇത്രയാണ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ സാലറി എന്ത് ചെയ്യണം, ഇൻകത്തിൽ എടുക്കണം. ടാക്സബിൾ ആണ്, ഫുള്ളി ടാക്സബിൾ ആണ്. ബേസിക് സാലറി എന്താണ്, ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, ബോണസ്. ബോണസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓണത്തിന് കിട്ടുന്നു ബോണസ്, ക്രിസ്മസിന്, ദീപാവലിക്ക്, അങ്ങനെ ഒരു ആഘോഷങ്ങളുടെ പരിപാടിയായിട്ടോ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്ത് വഴി എംപ്ലോയർ ചിലപ്പോൾ എംപ്ലോയിക്ക് എന്ത് കൊടുക്കാം, ബോണസ് കൊടുക്കാം. ആ രീതിയിൽ കിട്ടുന്ന ബോണസും ഫുള്ളി ടാക്സബിൾ ആണ്. നെക്സ്റ്റ്, കമ്മീഷൻ. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് മാർക്കറ്റിംഗ് ഏജൻസിനും സെയിൽ പേഴ്സണുമാണ് കിട്ടുക. ഇൻസെന്റീവ്സ്, അവർ സെയിൽ ഇത്ര വർദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്ര കിട്ടും. ചിലപ്പോൾ പ്രോഫിറ്റ് ഇത്ര അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസെന്റീവ് ആയിട്ട് കിട്ടും. കമ്മീഷൻ എന്ന് പറഞ്ഞ ടൈം ആണെങ്കിൽ ഇൻക്ലൂഡിങ് ഇൻസെന്റീവ് എന്ന് പറയുന്നതും ആ കമ്മീഷൻ എന്ന് പറഞ്ഞതിനാണ് വരിക. അതും എന്തിലെടുക്കാം, സാലറി ഇൻകത്തിലെടുക്കാം. ശ്രദ്ധിക്കുക, എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കണത് മാത്രം. അതെവിടെ എടുക്കണം, സാലറി ഇൻകത്തില്. നെക്സ്റ്റ്, ടാക്സബിൾ അലവൻസ്. അലവൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കണേ, നമുക്ക് മന്ത്ലി ആയിട്ട് ഒരു ഫിക്സഡ് സം കിട്ടണം. ഫോർ എക്സാമ്പിൾ, ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, യൂണിഫോം അലവൻസ്, അങ്ങനെ പല ടേം ഉണ്ട്. അത് ഓരോന്നും നമുക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യാണ്ട്, പഠിക്കാണ്ട്. അതിൽ ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ അലവൻസും ഇൻകത്തിലെടുക്കണം. അതേപോലെ തന്നെ ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ്, പുതിയ ടേമാണ്. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ പെർക്സ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയും. അതും എന്ത് ചെയ്യണം, സാലറി ഇൻകത്തിലെടുക്കണം. പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു അലവൻസ്, അലവൻസിന് പുറമേ കിട്ടുന്ന ബെനിഫിറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസ് എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം, ഫ്ലാറ്റുകൾ പ്രൊവൈഡ് ചെയ്യാം, മോട്ടോർ കാറ് പ്രൊവൈഡ് ചെയ്യാം, സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്യാം, അതേപോലെ ലാപ്ടോപ്പ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. പല ഫെസിലിറ്റീസ് പല എംപ്ലോയിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ എന്താണ്, ടാക്സബിൾ ആയിട്ടുള്ള പെർക്വിസിറ്റ്സ് എന്ത് ചെയ്യണം. കാരണം ഇവിടെ പറയാൻ കാരണം, ചില പെർക്വിസിറ്റ്സ് എന്ത് ചെയ്യേണ്ട, ടാക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ടാക്സബിൾ ആയിട്ടുള്ള എല്ലാ പെർക്വിസിറ്റ്സും ഇൻകത്തിലെടുക്കണം. നെക്സ്റ്റ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെൻഷൻ റിട്ടയർ ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതെന്നാൽ ഏത് ഇൻകത്തിൽ എടുക്കേണ്ടത്, സാലറി ഇൻകത്തിൽ. നമ്മൾ എംപ്ലോയർ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നതാണ്. ഗ്രാറ്റുവിറ്റി റിട്ടയർ ആകുമ്പോൾ കിട്ടുന്നുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, സാലറി ഇൻകത്തിൽ എടുക്കണം. അഡ്വാൻസ് സാലറി, മുൻകൂട്ടി വാങ്ങിച്ച സാലറി റെസീറ്റ് ബേസിസിൽ ടാക്സ് ചെയ്യണം. അരിയേഴ്സ് ഓഫ് സാലറി, അരിയേഴ്സ് ഓഫ് സാലറി എപ്പോഴാണോ റിസീവ് ചെയ്യണേ അപ്പോൾ കിട്ടും, ടാക്സബിൾ ആണ്. കാരണം അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് പ്രകാരം മുൻകൂട്ടി ഡ്യൂ ആയിട്ടില്ല, ഇപ്പോഴാണ് അരിയറിന്റെ ഓർഡർ കിട്ടാനുള്ള ഓർഡർ വന്നതെന്നുണ്ടെങ്കിൽ എന്നാണോ റിസീവ് ചെയ്യണേ ആ രീതിയിൽ എന്ത് ചെയ്യുക, ടാക്സ് ചെയ്യുക. പ്രൊവിഡന്റ് ഫണ്ട് ബെനിഫിറ്റ്. പ്രൊവിഡന്റ് ഫണ്ട് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് പ്രൊവിഡന്റ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, എംപ്ലോയിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്. അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ത് ചെയ്യണം, ടാക്സ് ചെയ്യണം. ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നും ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാണ്ട്. അടുത്തത്, പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ. എംപ്ലോയർ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യേണ്ടി വരും, ഇൻകത്തിൽ എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഗ്രോസ് സാലറി കിട്ടി. ഗ്രോസ് സാലറിയിൽ നിന്ന് എന്ത് ക്ലെയിം ചെയ്യാം, ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാം. 3 ഡിഡക്ഷൻ ആണ് ഉള്ളത്. ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ 2 ഡിഡക്ഷൻ പഠിച്ചു, 24A-യും 24B-യും. ഇവിടെ എത്ര ഡിഡക്ഷൻ ഉണ്ട്, 3 ഡിഡക്ഷൻ ഉണ്ട്. 16(1)(a), 16(2), 16(3). അപ്പൊ 16(1)(a) സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താണെന്ന് നോക്കാം പിന്നീട്. 16(2) എന്റർടൈൻമെന്റ് അലവൻസ്. അതൊന്ന് ശ്രദ്ധിക്കണം, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രൈവറ്റ് ആയിട്ട് വർക്ക് ചെയ്യണവർക്കൊന്നും എന്തില്ല, 16(2) അപ്ലിക്കബിൾ അല്ല. ആർക്ക് മാത്രമേ 16(2)ന്റെ ഡിഡക്ഷൻ കിട്ടുള്ളൂ, ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം എന്റർടൈൻമെന്റ്. 16(3) പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇപ്പൊ എംപ്ലോയർ പേ ചെയ്ത് ഇൻകത്തിൽ എടുക്കണം, എംപ്ലോയി പേ ചെയ്താലും
എംപ്ലോയർ പേ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ എടുക്കാം. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, ഇത്രയാണ് എന്തുള്ളത്, സാലറിയിലെ ഡിഡക്ഷൻസ് ഉള്ളത്. അപ്പൊ ഗ്രോസ് സാലറിന്ന് ഡിഡക്ഷൻസ് ലെസ് ചെയ്താൽ എന്ത് കിട്ടും, ഇൻകം ഫ്രം സാലറി. ഓക്കെ ആണോ? ഇതാണ് സാലറിയുടെ കമ്പ്യൂട്ടേഷന്റെ ഫോർമാറ്റ്. ഇനി ഓരോന്നും നോക്കാം. നെക്സ്റ്റ് ഒരു ഇലസ്ട്രേഷൻ നോക്കാം. മിസ്റ്റർ രാജു റിസീവ്സ് ഫോളോയിങ് എമോളുമെന്റ്സ് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ എൻഡിങ് 31st March 2020. രാജുവിന് എന്തൊക്കെ കിട്ടി ബെനിഫിറ്റ്? ബേസിക് സാലറി 18,000 പെർ മന്ത്. ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് അലവൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺവെയൻസിന് വേണ്ടിയിട്ട് എംപ്ലോയർ തരുന്ന അലവൻസ് ആണ്. ഇറ്റ് ഈസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഡിയർനെസ് അലവൻസ് എത്ര കിട്ടിയിട്ടുണ്ട്? 2,000 പെർ മന്ത് കിട്ടിയിട്ടുണ്ട്. മൊത്തം എന്താണ്, ടാക്സബിൾ ആണ്. ബോണസ് 16,000 പെർ ആനം. കമ്മീഷൻ 12,000 per annum. Determine the gross salary of Mr. Raju for the assessment year 2021. അപ്പോൾ ഇതിൽ ഒരു അസംഷൻ എന്താ വെച്ചാൽ 12 മാസവും രാജു വർക്കിംഗ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു അസംഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രോസ് സാലറി കണ്ടുപിടിക്കാം. ബേസിക് സാലറി എത്രയുണ്ട്? 18,000 പെർ മന്ത് ആണ്. അപ്പോൾ 18,000 ഇൻറ്റു 12 months വർക്കിംഗ്, എത്ര, 12 മാസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 18,000 ഇൻറ്റു 12, ബേസിക് സാലറി എത്ര വരും? 2,16,000. ഡിയർനെസ് അലവൻസ് 2,000 ഇൻറ്റു 12, 24,000. ബോണസ് 16,000, അവിടെ പെർ ആനാണ്, അപ്പോൾ 16,000 ആണ്. കമ്മീഷൻ 12,000 പെർ ആനം, അപ്പോൾ 12,000ഉം ടാക്സബിൾ ആണ്. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് എത്രയായിട്ട് വരും? 2,68,000 ആണ് എന്ത്, ഗ്രോസ് സാലറി ആയിട്ട്. ആരുടെ ഹാൻഡ്സിൽ ടാക്സ് ചെയ്യേണ്ടത്? മിസ്റ്റർ രാജുവിന്റെ ഹാൻഡ്സിൽ ടാക്സബിൾ. ഓക്കെ. Mr. Vijay joined in ABC Limited on 1st August 2019. Receives the following emoluments during the previous year 1920. Basic salary 16,000 per month. Dearness allowance 4,000 per month. Bonus 1,000. Commission 22,000. Determine the gross salary of Mr. Vijay for the assessment year 2021. ഇവിടെ വിജയ് സർവീസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് 1st August 2019 ഓഗസ്റ്റിനു ശേഷം മാത്രമേ വിജയ് ABC ലിമിറ്റഡിന്റെ എംപ്ലോയി ആയിട്ടുള്ളൂ. ഓഗസ്റ്റിന് ശേഷം എത്ര മന്ത്സ് ഉണ്ട് ആ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ? 8 months ഉണ്ട്. ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പൊ ഈ 8 monthsന്റെ സാലറിയാണ് ആർക്ക്? വിജയ്ക്ക് റിസീവ് ചെയ്യുക. ബേസിക് സാലറി അപ്പോൾ 16,000 ഇൻറ്റു 8. ഡിയർനെസ് അലവൻസ് 4,000 ഇൻറ്റു 8. ബോണസ് ഒരു 10,000 കിട്ടേണ്ടെന്നാണ് പറയണത്. അത് പെർ ആനോ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ പ്രീവിയസ് ഇയറിൽ അപ്പോൾ 10,000 റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. 10,000ഉം ടാക്സബിൾ ആണ്. കമ്മീഷൻ 22,000 റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. 22,000ഉം എന്ത് ചെയ്യുക, ടാക്സ്. നമുക്കപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. Basic salary 16,000 into 8, 1,28,000. Dearness allowance 4,000 into 8, 32,000. Bonus 10,000 previous year receive ചെയ്തെന്ന് വിചാരിക്കുക. കമ്മീഷൻ 22,000. അങ്ങനെ 1,92,000 ഗ്രോസ് സാലറി ടാക്സബിൾ ആവുന്നത്. ഓക്കെ, ഇതിലാകെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഓഗസ്റ്റിലാണ് ജോയിൻ ചെയ്തത്. ഓഗസ്റ്റ് തൊട്ടേ അപ്പം എന്ത് കിട്ടുള്ളൂ? സാലറി റിസീവ്. ഓഗസ്റ്റ് തൊട്ട് 8 monthsനാണ് സാലറി കിട്ടുക എന്നുള്ള അസംഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഡിഡക്ഷൻസ്. അണ്ടർ സെക്ഷൻ 16 നമ്മൾ ഡിഡക്ഷൻ പഠിക്കാൻ പോണത്. സെക്ഷൻ 16 ഡീൽസ് വിത്ത് ഡിഡക്ഷൻസ്. എവിടുന്നാണ് ഡിഡക്ഷൻ? ഫ്രം ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി എങ്ങനെ കാണുന്നതെന്ന് പഠിച്ചു. ആ ഗ്രോസ് സാലറിയിൽ എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. ഡിഡക്ഷൻസ് 3 ഉണ്ട്. 16(1) ഉണ്ട്, 16(2) ഉണ്ട്, 16(3) ഉണ്ട്. 16(1), 16(2), 16(3). 16(1) പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്.
16(1)(a) ഡീൽസ് വിത്ത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നമ്മൾ ഹൗസ് പ്രോപ്പർട്ടി പഠിച്ചപ്പോൾ പഠിച്ചു. 24(a) സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. അതേപോലെ തന്നെ ഒരു ഡിഡക്ഷൻ ഉണ്ട് എന്ത്, സാലറിയിൽ. സാലറിയിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിലോ ഗ്രോസ് സാലറി or rupees 50,000 whichever is lower. Gross salary or rupees 50,000 whichever is lower ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം, മിസ്റ്റർ എ ഉണ്ട്, മിസ്റ്റർ ബി ഉണ്ട്. രണ്ട് എക്സാമ്പിൾ നോക്കാം ഒരുമിച്ച്. അവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 3,000 പെർ മന്ത് ആണ്. മിസ്റ്റർ ബിയുടെ 4,000 പെർ മന്ത്. ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്, 1,000 പെർ മന്ത് ആണ്. മിസ്റ്റർ ബിയുടെ 2,000 പെർ മന്ത് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നോക്കാം. എ ഉണ്ട്, ബി ഉണ്ട്. മിസ്റ്റർ എ, മിസ്റ്റർ ബി. ബേസിക് പേ എത്രയുള്ള 3,000 പെർ മന്ത്. 12 മാസം ഉണ്ടെന്ന അസംഷൻ നടത്താം. 3,000 into 12 36,000. മിസ്റ്റർ ബിയുടെ ബേസിക് സാലറി എത്ര വരും? 4,000 പെർ മന്ത് into 12 48,000. ഡി എ എത്രയാണ്? 1,000 പെർ മന്ത് ഉണ്ട്. 1,000 പെർ മന്ത് ആണെങ്കിൽ 12 മാസം ഉണ്ട്, 12,000 വരും. ബിയുടെ 2,000 പെർ മന്ത് ആണ്, അപ്പൊ എത്ര വരും? 24,000 വരും. ഗ്രോസ് സാലറി 36 plus 12,000 48,000. 48,000 plus 24,000 72,000. ഇത്രയാണ് എന്ത്, ഗ്രോസ് സാലറി. ഗ്രോസ് സാലറിന്ന് എന്തുണ്ട്? ഡിഡക്ഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് 16(1)(a) ആണ്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്താ പറയുന്നത്? ഒന്നിലോ ഗ്രോസ് സാലറി ഓർ rupees 50,000 whichever is lower. അപ്പൊ അതിന്റെ സിറ്റുവേഷൻ നോക്കാം. ഗ്രോസ് സാലറി എത്രയാണ്? 48,000 or 50,000 whichever is lower. ഏതാ ലോവർ? 48,000. അപ്പൊ ലെസ് ഡിഡക്ഷൻ സെക്ഷൻ 16(1)(a) എത്രയാണ് പറയുന്നത്? 48,000. നെക്സ്റ്റ്, ഗ്രോസ് സാലറി 72,000 or rupees 50,000 whichever is lower. 50,000 ആണ് ലോവർ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻകം ഫ്രം സാലറി ആദ്യത്തെ കേസിൽ എന്താണ്? നില്ലാണ്, കാരണം 0 ആണ്. 48 minus 48 0. ഡിഡക്ഷൻ അല്ലേ, നെഗറ്റീവ് വാല്യൂ ആണ്. രണ്ടാമത്തെ കേസിലോ 72 minus 50,000 22,000 ആണ് എന്ത്, ഇൻകം ഫ്രം സാലറി വരുന്നത്. ഓക്കെ ആണോ? അപ്പൊ 16(1)(a) സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, ഗ്രോസ് സാലറി ഓർ rupees 50,000 whichever is lower ആണ്. ഓക്കെ, നെക്സ്റ്റ് 16(2)ലേക്ക് നോക്കാം. നെക്സ്റ്റ് സെക്ഷൻ 16(2) എന്റർടൈൻമെന്റ് അലവൻസ്. പ്രകാരമുള്ള ഡിഡക്ഷൻ എന്താ? എന്റർടൈൻമെന്റ് അലവൻസിനാണ് ഡിഡക്ഷൻ കിട്ടുക. അത് ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന്. അപ്പൊ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലോ ഡിഡക്ഷൻ കിട്ടില്ല. ഫസ്റ്റ് പോയിന്റ് ഈസ് ക്ലിയർ. ആർക്കാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഡിഡക്ഷൻ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ എന്റർടൈൻമെന്റ് അലവൻസിന്റെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. എന്റർടൈൻമെന്റിന് വേണ്ടി കൊടുക്കുന്ന അലവൻസ് ആണ് എന്റർടൈൻമെന്റ് അലവൻസ്. അതിന്റെ ഡിഡക്ഷൻ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രം. ഇനി ഇവിടെ നോക്കുക, ഈ എന്റർടൈൻമെന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. എന്റർടൈൻമെന്റ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്.
പ്രോബ്ലത്തിൽ എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിട്ട് എവിടെ എടുക്കണം, ഗ്രോസ് സാലറിയുടെ കമ്പ്യൂട്ടേഷനിൽ എടുക്കണം. അപ്പൊ ഗ്രോസ് സാലറിയുടെ കമ്പ്യൂട്ടേഷനിൽ എന്റർടൈൻമെന്റ് അലവൻസ് സപ്പോസ് 2000 പെർ മന്ത് എന്റർടൈൻമെന്റ് അലവൻസ് ഉണ്ടെങ്കിൽ 24,000 സാലറി ഇൻകത്തില് എടുക്കണം. ഓക്കെ ആണോ? എന്റർടൈൻമെന്റ് അലവൻസ് ഇസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്, ഫസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ഇൻകം, ദെൻ ഡിഡക്ഷൻ അലൗഡ്. ഈ ഡിഡക്ഷന്റെ കേസിൽ ആർക്ക് മാത്രമേ കിട്ടുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഫസ്റ്റ് എന്ത് ചെയ്യണം, സാലറി ഇൻകത്തിൽ എടുക്കണം. കാരണം ഇറ്റ് ഈസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്റർടൈൻമെന്റ് അലവൻസ് എന്ത് ചെയ്യണം, ഇൻകത്തില് എടുക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുമ്പോൾ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ പറ്റുള്ളൂ. ഇനി ഡിഡക്ഷൻ എത്രയാന്ന് നോക്കാം. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്: allowed as deduction. First one, actual entertainment allowance received. Actually entertainment allowance എത്ര കിട്ടി? Second point, rupees 5,000. Third one, 1/5 or 20%. രണ്ടെന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. 1/5 എന്ന് പറഞ്ഞാലും 20% എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. എന്തിന്റെ മുകളില്? ബേസിക് പേ ഓർ ബേസിക് സാലറി. ബേസിക് സാലറി നമ്മൾ കണ്ടു കഴിഞ്ഞു. ബേസിക് സാലറിയുടെ 1/5 അല്ലെങ്കിൽ ബേസിക് പേയുടെ 1/5 അല്ലെങ്കിൽ ₹5,000 ഓർ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് റിസീവ്ഡ് വിച്ച് എവർ ഈസ് ലോവർ. ഈ മൂന്നെണ്ണത്തിൽ ലോവർ ഏതാണോ ആ ലോവറിനാണ് എന്ത് കിട്ടുക? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്: allowed as deduction, actual entertainment allowance received or ₹5,000 or 1/5 of basic salary. Clear ആണ്? Actual entertainment ₹5,000 or 1/5 of basic salary. For example, നോക്കാം. Mr. A, basic pay 10,000 per month, dearness allowance 1,000 per month, entertainment allowance 2,000 per month, bonus 5,000 per annum. Compute income from salary. Assuming Mr. A is government employee. കാരണം എന്താ? ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഡിഡക്ഷൻ കിട്ടുള്ളൂ. മിസ്റ്റർ എ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അതിന്റെ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഗ്രോസ് സാലറി കണ്ടുപിടിക്കണം. ബേസിക് പേ എത്രയുണ്ട്? 10,000 into 12, 1,20,000. Dearness allowance, fully taxable allowance ആണ്. എത്രയുണ്ട്? 1,000 into 12, 12,000. Entertainment allowance, fully taxable allowance ആണ്. 2,000 into 12, 24,000. Next, bonus 5,000 per annum. അപ്പൊ ടോട്ടൽ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എത്ര വരും? 1,44,000, 1,54,000, 1,61,000 എന്ത് വരും? ഗ്രോസ് സാലറി ആയിട്ട് വരും. ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,61,000 എന്തായിട്ട് വരും? ഗ്രോസ് സാലറി ആയിട്ട് ക്ലെയിം ചെയ്യാം. ഗ്രോസ് സാലറി ഡിഡക്ഷൻ ഉണ്ട്. 16,1 ഉണ്ട് അല്ലേ? 16,1 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താ? 50,000 ഓർ ഗ്രോസ് സാലറി വിച്ച് എവർ ഈസ് ലോവർ. ഇവിടെ ഇപ്പൊ ലോവർ ഏതാ? 50,000 അല്ലേ? 50,000 ഓർ ഗ്രോസ് സാലറി വിച്ച് എവർ ഈസ് ലോവർ 50,000. ഡിഡക്ഷൻ 16,2 ഉണ്ടോ?
ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഡിഡക്ഷൻ 16(2) ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസിൽ എന്തുണ്ട്? ഡിഡക്ഷൻ 16(2) ഉണ്ട്. അപ്പൊ 16(2) നോക്കാം. എന്താണ് 16(2)ല്? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് അലൗഡ് ആസ് ഡിഡക്ഷൻ. ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് എത്രയുണ്ട്? 24,000 ഉണ്ട് അല്ലേ? നെക്സ്റ്റ് 5,000 ആണ്. 20% ഓഫ് ബേസിക് സാലറി. ബേസിക് സാലറി എത്രയാണ്? 12,000. അതിന്റെ 20% 1,20,000 ആണ്. അതിന്റെ 20% എന്ന് പറയുന്നത് എത്രയാണ്? 24,000 തന്നെ വരും. അപ്പോ ഒന്നാമത്തെ സിറ്റുവേഷൻ ആക്ച്വൽ എന്റർടൈൻമെന്റ് അലവൻസ് 24,000, 2 5,000, 3 24,000. ബേസിക് സാലറിയുടെ 20% എന്ന് പറഞ്ഞാലും എത്രയാണ്? 24,000. ഈ ലോവർ എന്ന് പറഞ്ഞാൽ ഏതാ? 5,000 ആണ്. അപ്പൊ എത്രയാണ് നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക? 5,000 ആണ് എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റുക? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മുടെ ഇൻകം ഫ്രം സാലറി എത്ര വരും? 1,61,000 നിന്ന് 50,000 61A പ്രകാരമുള്ള ഡിഡക്ഷൻ കുറച്ചു. 16 5,000 കുറച്ചു. അപ്പൊ ടോട്ടൽ 55,000 ഡിഡക്ഷൻ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,05,000 ആണ് എന്ത്? ഗ്രോസ് സാലറി ആയിട്ട്, ഗ്രോസ് സാലറി അല്ല സോറി, ഇൻകം ഫ്രം സാലറി ആയിട്ട് എന്ത് ചെയ്യേണ്ടത്? ക്ലെയിം ചെയ്യേണ്ടത്. ഓക്കെ, സോറി 1,06,000 ആണ്, 5,000 അല്ല, 1,06,000 ആണ് എന്ത് ചെയ്യേണ്ടത്? ഇൻകം ഫ്രം സാലറി ആയിട്ട് ക്ലെയിം ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഡിഡക്ഷൻ സെക്ഷൻ 16(3) പ്രൊഫഷണൽ ടാക്സ്. ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് ആണ്. ആരടയ്ക്കാം? എംപ്ലോയർ വേണമെങ്കിലും അടയ്ക്കാം, അതേപോലെ തന്നെ എംപ്ലോയി വേണമെങ്കിലും അടയ്ക്കാം. എംപ്ലോയർ ആർക്ക് വേണ്ടിയിട്ട് അടയ്ക്കുന്നു? എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആര് ടാക്സ് അടയ്ക്കാം? എംപ്ലോയർ അടയ്ക്കുന്നു. അല്ലെങ്കിൽ എംപ്ലോയി തന്നെ പ്രൊഫഷണൽ ടാക്സ് വർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. ഈ എംപ്ലോയർ അടയ്ക്കുന്ന ടാക്സ് നേരത്തെ എന്റർടൈൻമെന്റ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇൻക്ലൂഡഡ് ഇൻ സാലറി ഇൻകം, then deduction allowed. നെറ്റ് എഫക്റ്റ് ഒന്നുമില്ല, സാലറിയിൽ എടുക്കുക, അത് തന്നെ എന്ത് ചെയ്യുക? ഡിഡക്ഷനും ക്ലെയിം ചെയ്യാൻ പറ്റും. എംപ്ലോയി അടയ്ക്കുന്ന ടാക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിഡക്ഷൻ അലൗഡ്. കാരണം ഞാൻ എനിക്ക് വേണ്ടി അടയ്ക്കുന്ന ടാക്സാ, അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇൻകത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ വല്ലതും തരികയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ഇൻകത്തിൽ എടുത്താൽ മതി. അല്ലാതെ എംപ്ലോയിക്ക് വേണ്ടി എടുക്കുന്ന ടാക്സിന് എന്ത് ചെയ്യണ്ട? ഇൻകത്തിൽ എടുക്കണ്ട. എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ അടയ്ക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സാലറി ഇൻകത്തിൽ എടുക്കണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. അണ്ടർ സെക്ഷൻ 16(3) പ്രകാരം ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. എംപ്ലോയീസിനാണെങ്കിലോ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, Mr. A receives following benefit. Basic salary 8,000 per month. DA 1,000 per month. Entertainment allowance 1,000 per month. ഇനിയാന്ന് വിചാരിക്കുക പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്. എംപ്ലോയർ അടച്ചത് 1,000, എംപ്ലോയി അടച്ചത് 1,500. Compute salary income of Mr. A assuming non-government employee. എന്താണ്? നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ് ആര്? മിസ്റ്റർ എ എന്ന് പറയുന്നത്. അപ്പൊ ബേസിക് സാലറി നമുക്ക് നോക്കി നോക്കാം. സാലറി ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക് പേ 8,000 ആണ്. ഇനി 12 മാസം തന്നെ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര വരും? 96,000 വരും. DA 1,000 ആണ്. എത്ര വരും?
12,000 വരും. എന്റർടൈൻമെന്റ് അലവൻസ് ഇറ്റ് ഈസ് എ ഫുള്ളി ടാക്സബിൾ അലവൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് 1000 into 12,000 വരും. പ്രൊഫഷണൽ ടാക്സ് എംപ്ലോയറുടെ മാത്രം ഇൻകത്തിൽ എടുത്താൽ പോരെ. എംപ്ലോയറുടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ സാലറി ഇൻകം. എംപ്ലോയറുടെ എന്ത് ചെയ്യണം? ഇൻകത്തില് എടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മുടെ ഗ്രോസ് സാലറി എന്ന് പറഞ്ഞാൽ എത്ര വരും? 1,21,000 ആണ് എന്ത് ഗ്രോസ് സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഡിഡക്ഷൻസ് ലെസ് ചെയ്യാം. ഏതൊക്കെ ഡിഡക്ഷൻ ഉണ്ട്? 3 ഡിഡക്ഷൻ ഉണ്ട്. 16(1) ഉണ്ട്, 16(2) ഉണ്ട്, അതേപോലെ തന്നെ 16(3) ഉണ്ട്. അല്ലെ 16(1) 50,000 or gross salary whichever is lower 50,000. 16(2) ഉണ്ടോ? നോട്ട് അപ്ലിക്കബിൾ ആ. കാരണം എന്താ? നോൺ ഗവൺമെന്റ് എംപ്ലോയി. ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമേ 16(2) ഉള്ളൂ. നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന് 16(2)ന്റെ ഡിഡക്ഷൻ ഇല്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 16(2) നോക്കണ്ട. നെക്സ്റ്റ് ഡിഡക്ഷൻ 16(3). എന്താ പറഞ്ഞിട്ടുള്ളത്? എംപ്ലോയറിന് ഡിഡക്ഷൻ കിട്ടും, എംപ്ലോയിഡിന് ഡിഡക്ഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ 1000 പ്ലസ് 1,500 എത്ര ക്ലെയിം ചെയ്യാം? 2,500 ക്ലെയിം ചെയ്യാം. അപ്പൊ നമ്മളുടെ ഇൻകം ഫ്രം സാലറി എത്ര വരും? അപ്പൊ ഡിഡക്ഷൻ 16(1) 50,000 ഉണ്ട്, 16(2) നോട്ട് ആപ്ലിക്കബിൾ ആണ്, 16(3) എത്രയുണ്ട്? 2,500 ഉണ്ട്. അങ്ങനെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 68,500 വരും. ഇൻകം ഫ്രം സാലറി 68,500. അപ്പൊ വീണ്ടും ഡിഡക്ഷൻ നോക്കാം. 16(1) എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. 50,000 ഓർ ഗ്രോസ് സാലറി whichever is lower. 16(2) എന്റർടൈൻമെന്റ് അലവൻസ് ആണ്. ആർക്ക് മാത്രമേ അപ്ലിക്കബിൾ ഉള്ളൂ? ഗവൺമെന്റ് എംപ്ലോയീസിന്. ഈ പ്രോബ്ലത്തിൽ എന്താ? നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ്. 16(2)ന്റെ അപ്ലിക്കേഷൻ വരുന്നില്ല. നെക്സ്റ്റ് 16(3) പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്. ആര് പേ ചെയ്തത്? എംപ്ലോയർ പേ ചെയ്തതും എംപ്ലോയി പേ ചെയ്തതും നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താ വെച്ചാൽ എംപ്ലോയർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇൻകത്തിൽ എടുക്കണം. കാരണം എംപ്ലോയിക്ക് അതൊരു ബെനിഫിറ്റാ. എംപ്ലോയറുടെ എന്ത് കിട്ടിയാലും എന്ത് ചെയ്യണം? ഇൻകത്തിൽ എടുക്കണം. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു.